വിട് 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 കേടാ. കൈമുട്ടി കൈമുട്ടി നോക്കിയ കൈമുട്ടി കേടാ. ഒട്ട് മീനൊട്ടി കേടാ കൈമ. മീൻ നോക്കിയ കേടാ. കാഴ്ച ഉണ്ടോ? 1 2 3 വല നിറച്ച് കണ്ട അവളുടെയൊക്കെ എടുത്ത. വീണ്ടും നമ്മള് പഴയ ബോർഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണിത്. കള്ളിയിലൊക്കെ ഇറങ്ങിയേക്കണ കണ്ടാ. റോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. വലയും കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റാണ് കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വലയൊക്കെ കയറ്റണേ കേട്ടാ. അവിടെയൊക്കെ സെറ്റ് ചെയ്യണ ഒരു കാഴ്ചയാണ് കേട്ടാ. പിന്നെ ഇതേ ബോർഡുണ്ട്, 2 ബോർഡ്. ഇനി അതൊക്കെ എടുത്താൽ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് അവിടെയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് വലയും കാര്യങ്ങളൊക്കെ ഇടും. അത് കഴിഞ്ഞ് നേരം എടുത്ത് വല പിടിക്കും. ഒരു അടിപൊളി കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദോസ്ത ഫസ്റ്റ് വല അതേ കയറാൻ പോവേണ്ട. ചേട്ടന്മാരെല്ലാവരും ഇവിടെ എത്തി, അമരത്തെത്തി. ബാക്കി ഭായിമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. പഴയ ആൾക്കാരൊക്കെ തന്നെ അവിടെ വല കയറുന്നുണ്ട്. അവിടെ നിന്നും കയറുന്നുണ്ട്. ഇവിടെ നിന്ന് റോപ്പ് കയറണ്ട. മീനൊക്കെ വീഴാൻ വേണ്ടി പോണത്. വല പിടിച്ച് കയറുമ്പോ മീനൊക്കെ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടാ. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ട്രാവൽ ചെയ്യാനൊക്കെ പോയി മാലദ്വീപ് ലക്ഷദ്വീപൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ബോട്ടിലോട്ടൊക്കെ വന്നത്. അപ്പോൾ ഒരു അടിപൊളി കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളും കാണാം. വീഡിയോ കാണുന്ന കൂട്ടർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കും. നല്ല അടിപൊളി കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഈ പ്രശ്നം ഞാൻ വന്നേക്കണേ കേട്ടാ. ഇവിടേക്ക് മീൻ പിടക്കാനൊക്കെ പോണം കേട്ടോ. ഇവിടെയൊക്കെ നനച്ചിട്ടേക്കാണ് കേട്ടാ. കഴുകിയിട്ടേക്കണം, മൊത്തത്തിൽ കഴുകിയിട്ടേക്കാണ്. ബോർഡ് വേണടാ. അപ്പം അതിനനുസരിച്ച് അവിടെ സ്ലോ ആക്കി കയറ്റുള്ളൂ കേട്ടോ. ബോർഡ് എത്തി, 2 സൈഡും ബോർഡ് എത്തി കേട്ടാ. അതിന് വലിച്ചു കെട്ടാൻ പോവുകയാണ് ബോർഡ്. റോപ്പും കാര്യങ്ങളും കയറണ കടാ. സീമ അതിപ്പോ കുളത്തി കൊടുത്ത് ഇനിയിപ്പോ റോപ്പ് കയറുന്ന നേരെ വല എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്ട. ഇതിനനുസരിച്ച് റിവേഴ്സ് നോക്കും അവിടെ മീനിടാനുള്ള ബോക്സ്. വല പിടിച്ച് കയറ്റാണ്. വല കയറിക്കൊണ്ടിരിക്കണം. എല്ലാവരും കൂടി വല പിടിച്ച് കയറ്റാനുണ്ടാ. വല മൊത്തമായിട്ട് കയറിയിട്ടില്ല, മട കയറാനുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
കപ്പല് പോണ നോക്കി കണ്ട കപ്പല് വലിയ ചരക്ക് കപ്പലാണ്. ചരക്കൊക്കെ ആയിട്ട് പോകണം. അത്രയും ദൂരണ്ട്. തളയൻ മീൻ കയറി നോക്കി. തളയൻ, പാമ്പാട, ചാവാള എന്നൊക്കെ പറയുന്നത് കയറിയവന്. തളയം കയറുന്ന കാഴ്ച ഉണ്ടോ? 1 2 3 വല നിറച്ച് കണ്ട. അവളുടെയൊക്കെ ആയിട്ട് തളയം കുത്തി കയറിക്കണടാ. ഇത് കയറുവന് നോക്കി നോക്കി 1 2 3 അവിടെ പിടിച്ചെടുക്കുന്നുണ്ട് തളയൻ. കയറി അവിടെ എടുത്ത് അതിൻ്റെ അകത്തിട്ട് ഇനി വല ഒന്നും കൂടി ചുരുങ്ങോട്ടാ. കോടൻ്റെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കപ്പ ഇറക്കി കൊടുക്കേണ്ട. തളയനതോ പാമ്പാട കണ്ട. തളയൻ കിടക്ക നോക്കിയേ. കോടൻ്റെ കയറി വന്നിട്ടുണ്ട്. ഈ സമയം ഇവിടെ വല കീറിയിട്ടുണ്ട്. അപ്പൊ വല തുന്നി കൊടുക്കണം കണ്ട. അടുത്ത വല വിടാൻ വേണ്ടി ചരക്കേറിയവന്. മീനാട്ടാ പെടക്കണ മീൻ കാണാ. പൊട്ടിക്കാൻ പോവേണേ. പെടക്കണ മീൻ വീഴുന്നേ. നോക്കിക്കോ. അടിപൊളി ഒരു കാഴ്ച ആടിത്തരാ. പൊട്ടിക്കാൻ പോവേണേ. അടിപൊളി കാഴ്ച പെടവളക്കണ മീൻ. കണ്ണയിലേക്ക് ഉണ്ട്. ചാവാത്ത മീൻ. അതൊരു 3 എടുത്തിട്ടുണ്ട്. സൈഡ് കടാ. പൂരിട്ടുണ്ട് കടാ. എന്താ ജാക്കറ്റിന്റെ വലിപ്പം നോക്കിയേ. അടിപൊളി. വലിയൊരു മോതാ പൊക്കള്. അടിപൊളി. എല്ലാം പിറക്കി നേരെ കൊട്ടയിലോട്ടാക്കിയാണ്. എത്ര ബോക്സ് കിട്ടിയെന്നൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഈ വല ഇട്ട് കഴിയുമ്പോ മീനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു മാറ്റുമ്പോ കാട്ടിത്തരാട്ടാ. പൊട്ടും കാര്യങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കണടാ.
ബാക്കിടേ പേടിയോ അവൻ്റെ വാണ്ട തന്നെ പേടിയോ മീൻ മാറ്റി ഇട്ടിട്ടുണ്ട് കണ്ട അയിലയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഉണ്ണിമേരി ആ ബൊക്കല് പിന്നെ കണ്ണയിലിനകത്ത് അയില അതിനകത്ത് ടൈഗർ ചെമി കണ്ടാ ടൈഗർ കടുവ വേണ്ടി പോവേണ്ട അതെ രണ്ടാമത്തെ റാങ്കുണ്ട് റാങ്ക് നോക്കിയേ റാങ്ക് മെയിൻ റാങ്ക് അയില മറിച്ചടിക്കാൻ പോവാണ് സ്റ്റോറിലോട്ട് ഇറങ്ങി സ്റ്റോറിലൂടെ ബോക്സുകളൊക്കെ കട്ടിയാക്കിയിട്ടുണ്ട് അവിടെ നേരെ ചരക്ക് ഇറക്കുന്നുണ്ട് മീൻ ഐസ് ഇട്ടിട്ടുണ്ട് ഉണ്ണിമേലേക്ക് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഐസ് റൂമിലോട്ട് വന്നേക്കണ്ട ഐസ് റൂമിലെ ഐസൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഐസ് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒരാളെ ഐസ് റൂമിൽ ചെരുപ്പില്ലാണ്ട് ഇറങ്ങിയേക്കണണ്ട ഓ സമ്മതിക്കണം ഇവിടെ ഞാൻ വരെ ചെരുപ്പിട്ടൊക്കെയാണ് അത്രയ്ക്ക് തണുപ്പാണ് ആളെ ചെരുപ്പില്ലാണ്ട് ഇന്ന് പണിയെടുക്കണേ കഴിഞ്ഞാ പൊട്ടിച്ചാ ഐസ് പൊട്ടിക്കണ ഇപ്പൊ ഐസ് പൊടി പൊടിയായിട്ട് വീഴും
കാരണം ഇന്നലെ ഐസ് കയറ്റുള്ളൂ. ഒരു 3-4 ദിവസം കഴിയുമ്പോ എന്നോടാന്ന് ചോദിക്കും ഐസ്. ഐസ് ചെയ്യണ കാഴ്ച കാണിച്ചതാ. കണ്ണയില അത് വെള്ളം പോകാത്തതിനുള്ളിൽ ഇതാക്കും, ബോക്സ് എടുക്കും. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കള്ളിയിലോട്ട് അടിക്കുമല്ലോ വെള്ളം നിറച്ച്. രണ്ടുകൂടി കൃത്യമായിട്ട് മിക്സ് ചെയ്ത് തരണം. അയിലക്ക് വില കിട്ടണം. അതുകൊണ്ട് വേണ്ട കൃത്യമായിട്ട് ഐസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ ഒഴിച്ചോ. വെള്ളത്തിലാണ് ഈ മീൻ കിടക്കുക, അല്ലെങ്കിൽ സ്കിന്ന് വേഗം പൊട്ടിപ്പോവും, തൊലി പൊട്ടിപ്പോവും. ഐസ് ഇത്തിരി മെൽറ്റാക്കി വെള്ളം നോക്കും, അതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പയ്യെ മെൽറ്റാവും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ വേഗം അതിൻ്റെ ഐസ് കൊണ്ട് പൊട്ടിപ്പോവും, അതിൻ്റെ തൊലിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വെള്ളത്തിലായിട്ട് കിടക്കും. അടുത്തതിനെ മേലടിക്കാൻ പോകും. കളിയിലോട്ട് കയറ്റി നോക്കിയാണ് പഠിക്കോട്ടാ. ഒപ്പം പഠിക്കാൻ കാട്ടിത്തരാട്ടാ. കഴിഞ്ഞിട്ടില്ല, വെള്ളം ഒഴിക്കും. ഏട്ടനും അടുക്കളയിൽ നമ്മളെ കറി വെക്കണ മീൻ പെട്ടിക്കൊണ്ടിരിക്കാനാ.
വലതേ കടലിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ വല ഇട്ടേക്ക് കണ്ട. ഇവിടുത്തെ മീനും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി സ്റ്റോറിലൊക്കെ ഇടുന്ന കാഴ്ചയും കാര്യങ്ങളും കാട്ടുന്നതാണ്. പഴം 10 ദിവസത്തെ കൊള്ളാം. 10 ദിവസം ഉണ്ടാവൂല, അതിന് മുന്നേക്കെ തീർക്കും. ബാക്കി ടാങ്കിന് ആൾക്കാരെ കാണിച്ചാൽ നമുക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളമാണ് തീരിക്കണം. കണ്ട, ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം കണ്ട ബോക്സിലാക്കിയിട്ടേക്ക് പണിക്കാരേട്ടന്മാർ കണ്ട. ബേക്കറിയൊക്കെ ഇരുന്നേക്കാം. മിച്ചർ വേണ്ട. ഇനി ഇങ്ങാട് വന്നു കഴിഞ്ഞാല് വീലോസ് പോകും. കുറെ പേര് അടിയിൽ സിനിമ കാണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. നമ്മുടെ സാങ്ക് രണ്ടാം സാങ്ക് കിടന്നുറങ്ങിയാണ്. കേട്ടാ, ഞാൻ കിടക്കണത് ഇവിടെ കേട്ടാ. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ വല പിടിക്കും. അപ്പൊ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടാ. ഉറങ്ങിയാണ്. അപ്പൊ ഇവിടെ അടുക്കളയില് ഉച്ചക്കാലത്തെ പരിപാടി നിനക്ക് നടക്കണത്. ചെമ്മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ നോക്കിയേ വേടാ. ചെമ്മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. കടലിലെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടാ. പിന്നെ മീൻ വറുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ബാക്കില് അവിടെ വറുത്തോണ്ടിരിക്കണ്. ഇതിലൂടെ ബാക്കില് മസാല തേച്ച് വെച്ചേക്കണ്ടാ. വലയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചോറിൻ്റെ കഴിഞ്ഞ് വലയൊക്കെ പിടിക്കോട്ടാ. എല്ലാരും പഴമൊക്കെ എടുത്ത് കഴിക്കണേ. എടാ, പഴം കഴിച്ചോണ്ടിരിക്കണേ. ശക്തി വല പിടിച്ച് കയറ്റാൻ വേണ്ടി കേട്ടാ. 10 ദിവസം കിടക്കുമ്പോ നമുക്ക് ഈ പഴം ഒരു 2 ദിവസം 3 ദിവസത്തുക്കുള്ളിൽ തീർക്കാം അല്ലേ? എന്നെ സമ്മതിയാവോ? പറ. ആണോ? പഴം നമ്മൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? 2 ദിവസം. ആ, 2 ദിവസം ഉറക്കം നോക്കിക്കേണ്ട. ആ, മെയിൻ ആളാണ് നമ്മുടെ തെൻകടലണ്ണന്റെ വീഡിയോയില് 30 മില്യൺ 40 മില്യൺ വ്യൂസ് ഒക്കെ പോയ ആളാണ് ആമനെ പിടിച്ചത്. അടുത്ത ആള് താടി നോക്കിയേ. സ്റ്റൈലാണിച്ചേ എടാ. ഗ്ലാസ് ഒക്കെ വെച്ച് വേറെ ലെവലായിട്ടിരിക്കണ്. അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചില്ല. ആള് സിംഗിൾ ആണ്. ഇൻസ്റ്റ ഐഡി എന്തിനാണ്?
ഞാൻ വേണ്ടി സ്പെഷ്യൽ കൊടുക്കാം. അതെ വെള്ളമൊഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത വല കയറേണ്ട നമ്മളാ 2 സൈഡിന്റെ വയർ റോപ്പ് കയറാണ്. രണ്ടാമത്തെ വല കയറാൻ പോവുകയാണ്. വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. രണ്ടാമത്തെ വല കയറുമ്പോ മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളും കാണിച്ചു തരാം. ആദ്യത്തെ വല കയറിയപ്പോ കിട്ടിയ മീനൊക്കെ നിങ്ങൾ കണ്ടല്ലേ. ഇനി വേറെ വെറൈറ്റി മീനുകളൊക്കെ കിട്ടാൻ പോകണം. രണ്ടാമത്തെ വലത് റോപ്പും കാര്യങ്ങളും പുറകെ കൂടി കയറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടാ. രണ്ടാമത്തെ വലട വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറ്റി റോപ്പ് കയറ്റേട്ടാ. റോപ്പ് 2 സൈഡും കയറ്റാണ്. 2 സൈഡ് റോപ്പ് കയറ്റുമ്പോൾ അവിടെ സ്രാങ്ക് കൊള്ളിച്ചു കൊടുക്കും കേട്ടാ. സ്രാങ്ക് എപ്പോഴും സ്റ്റിയറിങ്ങിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. സ്റ്റിയറിങ്ങിന്റെ അവിടെ നിന്ന് സ്രാങ്ക് മാറൂല. സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ അതിനൊക്കെ കൊള്ളിച്ചും റിവേഴ്സൊക്കെ വെച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വയർ റോപ്പും കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് പണി വന്നത്. ഇനി വെച്ചാൽ വല കയറുമ്പോൾ അതിനനുസരിച്ച് സ്രാങ്ക് റിവേഴ്സൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അവിടെ കയറി വരേണ്ട 2 സൈഡും റോപ്പ് കയറുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ വലയിൽ എന്തൊക്കെ മീനാണെന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് വല കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു പാതിയോളം കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അണ്ണനൊക്കെ നിൽപ്പുണ്ട്. കയറി വരുന്നുണ്ട്. സീ കയറി. ഈ വലയിൽ എന്തൊക്കെ മീനുണ്ടാവും? പറ ഈ വലയിൽ എന്തൊക്കെ മീനുണ്ടാവും? കണ്ണയില, അയില, ഉണ്ണിമേരി, തളയൻ, മോത, ഉടുപ്പൂരി. പറ പേരുകൾ പറ. ആവേശം കുറവാണ്ട. എന്റെ ആവേശമില്ല. അതേ വല കയറാൻ വേണ്ടി പോവേണ്ട. പാമ്പുണ്ടാ. കടൽപ്പാമ്പ് അണ്ണാ ഒന്ന് നീങ്ങി തരുമോ? കടൽപ്പാമ്പ് അതേ വല തൂങ്ങിവനുണ്ട്. അണ്ടാ വലന്ന് വിട്ടുപോയി. ഏകദേശം അതിന്റെ പരിപാടി കഴിഞ്ഞെന്ന് തോന്നണം കേട്ടാ. കടൽപ്പാമ്പ് കടൽപ്പാമ്പണ്ടാ. ചിലപ്പോ വല കിട്ടും, ചിലപ്പോ വലയിൽ പോകും. കണ്ടോ വല കിട്ടി വലയിൽ പോയി. കണ്ടാ പാമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് കടൽപ്പാമ്പ്. എവിടെ ചുറ്റിക്കിടക്കാണ്. ഓ എന്തോ കഴിച്ചിട്ടുണ്ട്. ആ കഴിച്ചതിനെ കക്കിട്ടാ. കടൽപ്പാമ്പ് ഓ കടൽപ്പാമ്പ് കണ്ടാ. അതെന്തോ അത് കഴിച്ചതെന്തോ വിഴിഞ്ഞ് അങ്ങോട്ട് കളഞ്ഞത്. അവിടെ വിഴിഞ്ഞിട്ട് ആ പുറത്തോട്ടിട്ട് വിഴിഞ്ഞത് കാലിനോടെ കണ്ടാ. ഡ്രൈവറായിട്ട് വന്നിട്ട് പാമ്പിനെ അലയെന്ന് വിടിയിക്കേണ്ട. കടിക്കോട്ടെ. പാമ്പിനെ അങ്ങോട്ട് ഊരിക്കളയണ്. കണ്ടാ. ഓ വിട് കേട്ടാ. നല്ല ഐസ് ഇതുണ്ട്. അതേ പോണ് മറ്റേ വെച്ചോടുത്ത് ഡ്രൈവറായിട്ട്. അതിനാ നല്ല ഉഷാറാണ്ടവൻ. ഭയങ്കര ഉഷാറായിരുന്നു. ഒട്ടും ആവശ്യതയൊന്നുമില്ല. അത് ഞങ്ങളെ കളഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനെ വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇനി എന്തെങ്കിലും കടി കിട്ടിയാൽ തന്നെ കരക്കെത്തണമെങ്കിൽ 6, 7, 8 മണിക്കൂറോളം ഓടണം ബോട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് കളഞ്ഞിട്ടാ. 2 കടൽപ്പാമ്പിനെ കിട്ടി. 2 കടൽപ്പാമ്പിനെ നമ്മൾ കളഞ്ഞു. ഒരെണ്ണം ബോട്ടിലോട്ട് കയറി, ഒരെണ്ണത്തിന് നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ അത് വലയിന്ന് വിട്ടു കേട്ടാ. അപ്പോൾ നമ്മുടെ വല കയറി വരുന്ന ഒരു കാഴ്ചയാണ്. ചരക്കെടുക്കുകയാണ്. അവിടെ 2 കാപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചരക്ക് കയറി വരികയാണ്. കേട്ടാ. ഉണ്ണിമേരി ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് മീനൊക്കെ ഉണ്ട്. പൊട്ടിക്കാൻ വേണ്ട. പൊട്ടി
മീൻ അത്ര ജീവനോടെ പെട്ടക്കല് കുറവാണ്. കൈമുട്ടി 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 നോക്കിയ കൈമുട്ടി കടാ ഒട്ട് മീനൊട്ടിക്കണ കൈമ. ആഹാ എടുക്കെടുക്കെടുക്ക് കൈ തെറുക്ക് പയ്യെ പറക്കി. വല വലിച്ച് കിട്ടിയ മീനൊക്കെ ബോക്സിലോട്ട് ആക്കാൻ പോവുകയാണ്. പിന്നെ വല ഇനി വലിക്കണില്ല, ഇനി മീൻ കുറഞ്ഞോണ്ട് ഇനി വൈകുന്നേരമായിട്ടൊക്കെ വലിക്കൂല കേട്ടോ. ചെമ്പല്ലിയാണെന്നും പറഞ്ഞ് പല സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുന്നു. പക്ഷെ ഇത് ചെമ്പല്ലിയല്ല അല്ലേ സ്രാങ്കേ? ഇത് നമ്മുടെ രണ്ടാം സ്രാങ്ക് കണ്ടായിരിക്കണം. സ്രാങ്ക് ചെമ്പല്ലിയല്ലല്ലോ, രണ്ടാം സ്രാങ്കിനോടാണ്. ചെമ്പല്ലിയാണത് സ്രാങ്കേ? പറ രണ്ടാം സ്രാങ്കിനോട്. ഇത് നമ്മളിവിടെ ഉണ്ണിമേരുന്നല്ലേ ഇതിനെ പറയണത്? പറഞ്ഞു കൊടുക്ക്. പലരും ചെമ്പല്ലിയാണെന്നൊക്കെ പറഞ്ഞ് കച്ചവടമൊക്കെ ചെയ്യാറുണ്ട്. ഇതല്ല, ചെമ്പല്ലി വേറെ ഇത് വേറെ. ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ ചേട്ടറി പണ്ട് തിരിയണ മീനൊക്കെ തിരിഞ്ഞ് വേഗം മാറ്റാണ്. മീനുകളെല്ലാം മാറ്റിക്കൊണ്ട് കച്ചറ. നമ്മളിതൊക്കെ വളത്തിന് വേണ്ടി കൊടുത്തിടും. ആൾക്കാർ ഇതിൽ നിന്ന് നല്ല നോക്കിയൊക്കെ എടുത്ത് കറിക്ക് വേണ്ടി വിട്ടു കൊടുക്കും. കരയിൽ വരുമ്പോ ഒരു ബോക്സ് അയില കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിമേര് നിറക്കണുണ്ട്. പിന്നെ കുറച്ച് കൂന്തൽ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇനി ഇങ്ങാട് വന്നു കഴിഞ്ഞാൽ വങ്കടയുണ്ട്. ഇതേ കിടക്കണ വങ്കട, അതുപോലെ കുറച്ച് അയിലൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ. ഇത്രയും തിരിഞ്ഞ് വേഗം ബോക്സിലോട്ടൊക്കെ ആക്കിയാണ്. പിന്നെ ഒരു ബോക്സ് ഉടുപ്പൂരി ഉണ്ട്. ഇതാണ് ലെതർ ജാക്കറ്റ് അഥവാ ഉടുപ്പൂരി എന്ന് പറയും. ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടാ ബാക്കി അയില കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ബാക്കി അവിടെ തിരിയാനുണ്ട്. CD മുള്ളൻ, പപ്പട മീൻ CD മുള്ളൻ, ആന ചവിട്ടി എന്നൊക്കെ പറയും. ഇതേ പരന്നിരിക്കണടാ. ഇനി ഈ മീനൊക്കെ നമ്മൾ നേരെ ഐസ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ദിവസം രണ്ടാമത്തെ വല കിട്ടിയ ഉണ്ണിമേരിയൊക്കെ കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ബോട്ട് നിർത്തിയിട്ടേക്കണം. അപ്പം നമുക്കിത് ഡ്രൈവർ അവിടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുവഴിയാണ് ഇപ്പോൾ വെള്ളം അടിച്ച് നമുക്ക് കഴുകണത്. സ്റ്റോറിൽ ഉടുപ്പൂരി ഐസ് ചെയ്യണം. ഐസ് ചെയ്യാം കേട്ടോ. ഉടുപ്പൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഐസ് അടിക്കുകയാണ്. അത് ഇത്തിരിക്കോളം സ്ഥലത്ത് മതിയാവാം മീൻ ഇടാനായിട്ട്. അപ്പോൾ അവിടെ ഇത്തിരി ഗ്യാപ്പിൽ ഇത്തിരി ഐസ് ഇട്ടിട്ട് ഇത് അതിനകത്തോട്ട് തട്ടോട്ടാം. അപ്പോൾ ആളെ ഇറങ്ങി ചെന്നിട്ട് ബായോടെ ഇറങ്ങി ചെന്നിട്ട് കേട്ടോ റെഡിയാക്കിയാണ്. പിന്നെ സ്റ്റോറിലൊക്കെ നിൽക്കുമ്പോൾ നോക്കി കണ്ട് നിങ്ങൾ തലയും കുത്തി താഴെ കിടക്കോട്ടോ. ഭയങ്കര തീറ്റിലാണ്. നിന്ന് പരിചയം വേണം. ക്ലാത്തിയും പോട്ടെ. നമ്മുടെ ഉടുപ്പൂരി വെറുതെ പരത്തി വേണം കേട്ടോ. എല്ലാം കൂടി അവിടെ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ഐസ് ചെയ്യും കേട്ടോ. ബോട്ട് വെറുതെ ഒഴുകി കിടക്കിയിട. അപ്പൊ ഈ സമയത്ത് വലപ്പണി കിടക്കേണ്ട. വലയുടെ അറ്റകുറ്റപ്പണിയാണ് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വലക്ക് ചെറിയ കീറ്റലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ കിടക്കാം. അതൊക്കെ തുന്നി അടക്കണ ഒരു കാഴ്ചയാണ്. അതെ അവിടെയും പണി കിടക്കാണ് കണ്ടാ. ചോറ് കഴിക്കാൻ പോകണ്ടാ. പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി എടുക്കാണ്. അതെ ചോറിട്ടുണ്ട്. രസം കണ്ടാ. രസം അത് ഇത്തിരി ചോറിലിങ്ങനെ ഒഴിക്കാം. ഇതുകൊണ്ട് വേണമെങ്കിൽ ഒഴിക്കാം. അത് ഇതടക്കാം. മീൻ കറി ഒരാൾക്ക് എത്ര ഇഷ്ടമാണ്? 2 പേർക്ക് കേട്ടോ.
എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരാം. ഉച്ചക്കലത്തെ ചോറ് നല്ല കാറ്റൊക്കെ ഉണ്ട്. വല വിട്ടിട്ട് ഇപ്പൊ റോപ്പ് ഇറക്കി കൊടുക്കുന്ന കാഴ്ച കണ്ടാ. വയർ റോപ്പ് ഇറക്കണേക്കാൾ മുന്നേ റോപ്പ് ഇറക്കി വിടാണ് രണ്ട് സൈഡിൽ നിന്നും. നനച്ചക്കരാണ്. ബോട്ട് നല്ല സ്പീഡിൽ ഓടിക്കേണ്ട. വീടും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അതനുസരിച്ച് ഇവിടുത്തെ വയർ റോപ്പ് ഏകദേശം പോയി തീരാറായിരുന്നു കേട്ടാ. വൈകുന്നേരത്തെ ലാസ്റ്റ് വല കയറുന്ന കാഴ്ചയാണ്. ബോർഡും കാര്യങ്ങളും കയറി വല ഇവിടെ പൊട്ടിച്ച് മീനും കാര്യങ്ങളൊക്കെ ഇടോട്ടാ. അങ്ങനെ വലയും കാര്യങ്ങളും കയറിയിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡും വല എത്തിയിട്ടുണ്ട്. ഇതിന് പിടിച്ചേറ്റാൻ പോകും. നല്ല സ്പീഡില് ബോട്ടിന് നല്ല സ്പീഡിൽ സ്രാങ്ക് ഓടിക്കാണ്. അവന് സ്രാങ്ക് നല്ല സ്പീഡിൽ പോവേണ്ട. രണ്ട് വലയും കണ്ട അപ്പുറം അപ്പുറം ഇതിലുണ്ട്. ഇത് പിടിച്ചേറ്റാൻ വേണ്ടി പോവേണ്ട. ലാസ്റ്റ് വലയില് തളയനുണ്ട് കേട്ടോ. തളയൻ രണ്ട് തളയൻ പോയി. ഇതേ പോണ്. അതെ മീനാണ്ടി കാണുന്നത്. മീനാണ്. എടുക്കാണ് രണ്ട് കാപ്പി കൊടുത്തെടുക്കാണ്. കയറണ് മീൻ കയറണ് മീൻ കയറണ്. അടിപൊളി കാഴ്ച. ഇത് കണ്ട് ഇത് മീൻ കയറുവാൻ നോക്കിയേ. കയറട്ടെ കയറട്ടെ കയറട്ടെ. കയറാണ്. കപ്പി കൊടുത്തേക്കാണ്. കപ്പി കൊടുത്തിട്ട് എടുക്കേണ്ട. കയറേ. ഉണ്ണിമേരി ഉണ്ട്. കിളിമീനുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാത്തരം മീനുണ്ട്. ഇതേ കൊണ്ടുവരാം. ബാക്കി പൊട്ടിക്കുമ്പോ കാണാം. ഇതേ കോടനങ്ങാട് കൊണ്ടുവരുന്നുണ്ട്. പൊട്ടും. തളയനും അതുപോലെ തന്നെ പച്ച. ഓ നോക്കി. ആ കണ്ടോ ബഫർ ഫിഷ്. ബഫർ ഫിഷ് രണ്ട് ബഫർ ഫിഷ് ആണ്. രണ്ടെണ്ണം കണ്ടാ. ഇതേ വെള്ളം ചെറുത് കണ്ട. രണ്ട് മുള്ള മന്തി ഇതേ കയ്യിലെടുത്ത് വെച്ചാണ്. ചിറ ചിറ എന്താ ബാക്കി നോക്കി. പാലാങ്കണ്ണിയുണ്ട്. കണ്ട വലിപ്പം നോക്കിയേ. കണ്ടാ എന്താ വലിപ്പം. ആ അടിപൊളി. ഇതാണ് പാലാങ്കണ്ണിയുടെ. ഒന്നല്ല രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടാ ഉടുപ്പൂരി അങ്ങാടിടും. ഓരോ ബോക്സിലോട്ട് ഓരോ മീൻ. വങ്കട കണ്ട. വങ്കടിനകത്തിലും അയിലൊക്കെ അങ്ങാടിടും. അയിലപ്പാലങ്ങാട്. ശേഷം മീനൊക്കെ തിരിഞ്ഞു നിർത്തുന്നുണ്ട്. ഇതേ ഒരു ബോക്സ് ഉണ്ണിമേരി, അര ബോക്സ് വങ്കട, അയില, കണ്ണനയില, പാര, പിന്നെ മാക്രി, പേത്താന്നൊക്കെ പറയും. കടൽ മാക്രി കണ്ടത് കണ്ട. കടൽ മാക്രി പല്ലൊക്കെ കണ്ട. അങ്ങനെ മീനുകളെല്ലാം തിരിഞ്ഞ് പിന്നെ മിച്ചർ മീനുകൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പാലാങ്കണ്ണി, മോത, ഉടുപ്പൂരി, തളയൻ 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 കണ്ട. തളയൻ, കുറച്ച് കൂന്തല്, ഇതിനകത്ത് വങ്കട, അയില, അങ്ങനെ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. ലാസ്റ്റ് വല കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇതും പിന്നെ ആ ബോക്സും. പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ട് കുറച്ച് വങ്കടയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയ അയില, വലിയ അയില, പിന്നെ അതിനകത്ത് കുറച്ച് ഉണ്ണിമേരി, അയിലയൊക്കെ അതിനകത്തും, പിന്നെ കുറച്ച് കൂന്തല്, പിന്നെ
ഇതിൽ കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ബഫർ ഫിഷ് ഉണ്ട്. ഇത്രയൊക്കെയാണ് കിട്ടിയത്. പിന്നെ അങ്ങാട് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങാട് വങ്കട പിറക്കി ഇടേണ്ട പടടാന്നിട്ട് പടടാന്ന് പറഞ്ഞ വങ്കട കഴിച്ചാൽ സങ്കടം മാറുമെന്നാ പറയണം പഴമക്കാർ. വലിയ കണവ. പിന്നെ ഇത്രയൊക്കെയാണ് കിട്ടിയത് നമുക്ക്. പിന്നെ ഈ കാണുന്ന മീനൊക്കെ ഉണ്ടാ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് വൈകുന്നേരത്തെ വല കിട്ടിയ മൊത്തം മീൻ ബോക്സിലോട്ട് ആക്കിയിട്ടുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളോട്ട് കാണിച്ചത്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കഴുകി സ്റ്റോർ ചെയ്യണ കാഴ്ച കൂടി കാട്ടിത്തരാം കേട്ടോ. നന്നായിട്ട് കഴുകി എടുക്കേണ്ട കണ്ണയിലൊക്കെ കഴുകി അടുക്കളയിൽ എന്തായാലും നോക്കട്ടെ. അടുക്കളയിലോട്ട് കയറി പോവാ. ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കളയിൽ വരുമ്പോഴേ ഇവിടെ തക്കാളിയൊക്കെ സവാളയൊക്കെ അരിഞ്ഞത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ബൈ. മീൻ്റെ ഇപ്പൊ വെട്ടിയ കൂടുതൽ പിന്നെ അയില കണ്ടതേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ആഹാ ഇട്ട് കൊടുക്കുക. അങ്ങാടും ഇളക്കിയ ചാറിലങ്ങാട് മുക്കിയിട്ടാ. രണ്ട് മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ കറി എടുക്കും. അപ്പൊ നമുക്ക് നോക്കാട്ടാ. അതെ, ഞാൻ നിൽക്കുന്ന അടുക്കളയിലാണ്. ഇതാണ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടില്ല. അത്യാവശ്യം തെങ്ങടനില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്കാണ് വീഡിയോ കാര്യങ്ങളൊക്കെ പിടിക്കണത്. അങ്ങനെ നമ്മള് വൈകുന്നേരത്തെ കാലത്ത് വലയിട്ട് പിന്നെ പണി മോശം വൈകുന്നേരം വലയിട്ട് അപ്പൊ ആ കിട്ടിയ മീനും കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ നമ്മൾ കറി വെച്ചിട്ടുണ്ട്. കറിക്ക് കഴിക്കാനായിട്ട് ഇത് ബ്രെഡ് നമ്മള് ബ്രെഡ് ആയാലും പാലൊക്കെ ആയാലും നമ്മൾ സ്റ്റോറിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടാണ് ഇതിനിപ്പോ തണുത്തിരിക്കുന്ന ബ്രെഡാണ് സ്റ്റോറിൽ വെച്ചോണ്ട് വേണ്ട. ഇനി ഇത് ആവി ആയിട്ടോട്ടാ കലത്തിൽ വെച്ചിട്ട് ആവി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. ഇനി നമുക്ക് നേരെ സ്റ്റോറി പോയിട്ട് നേരത്തെ കിട്ടിയ വലയിൽ കിട്ടിയ മീനൊക്കെ ഐസ് ചെയ്യണം കണ്ടാലാ. അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരെ മാക്സിമം ഈ വീഡിയോ കണ്ടിട്ട് തീരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താട്ടാ. സ്റ്റോറിലോട്ട് ഇറങ്ങി എത്തിയിട്ടാ. സ്റ്റോറിൽ വരുമ്പോൾ ഇവിടെ ഐസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മീനൊക്കെ ഐസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങാട് വന്നു കഴിഞ്ഞാല് ഇവിടെ മീൻ ഇതൊക്കെ ഇനി ഐസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒന്നും ഐസ് ചെയ്തിട്ടില്ല, ഇപ്പൊ തന്നെ ചെയ്യും. ബാക്കിയൊക്കെ ഐസ് ചെയ്ത് ബോക്സിലൊക്കെ ആക്കി അവിടെയും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ആക്കി ഈ ബോക്സൊക്കെ ഈ കളിയൊക്കെ ആയാണ്. ഇവിടെ മീൻ ഐസ് ചെയ്തിട്ടുണ്ട്. വങ്കടയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഐസ് ചെയ്തത്. പിന്നെ കൂന്തൽ ചെറിയ രീതിയിൽ കിട്ടി. അപ്പൊ കൂന്തൽ നമ്മൾ ഇവിടെ ഇട്ടൊരു കള്ളിയായിട്ട് അടിച്ചിട്ട് പിന്നെ ഉണ്ണിമേല് നല്ല ചുവന്ന് കിടപ്പുണ്ട് കണ്ട. കൂന്തൽ ഐസിന് കഴിച്ചാൽ കൂന്തൽ ഇത്തിരി ഐസൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഉണ്ണിമേരി പോയി ഇട്ട് അങ്ങനെ ഇടേണ്ട. പിന്നെ ഇവിടെ വന്ന് നമ്മൾ വളത്തിനായിട്ട് ഇട്ടിട്ടുണ്ട്. പേത്തയും കാര്യങ്ങളും വളത്തിന് കൊടുക്കണ്. പിന്നെ ഇവിടെ കടൽ മാക്രി. പിന്നെ ഇത്ര ഇത് പുന്നാര മീനാട്ടാ ബോക്സ്. പുന്നാര മീൻ ഐസ് ഇട്ടിട്ടില്ല. ഇവിടെ ഐസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഈ കള്ളി തുറന്നിട്ടില്ല കേട്ടോ. ഇത് തുറന്നിട്ടില്ല. ഇതൊന്ന് ജസ്റ്റ് ഒതുങ്ങി കഴിഞ്ഞാൽ അത് തുറക്കുള്ളൂ. കണ്ടാ പൊട്ടിക്കണടാ. ഞാൻ പറഞ്ഞതേ നമ്മുടെ കാലത്ത് നമ്മുടെ സാധനങ്ങള് ഇത്രയും ദിവസം കിടക്കുമ്പോ നമ്മളെങ്ങനെയാണ് സാധനങ്ങളൊക്കെ കേടാവാണ്ട് സൂക്ഷിക്കാൻ. പാലായാലും പാല് കൊണ്ടുവരും, തൈര് കൊണ്ടുവരും, ബ്രെഡ്, മുട്ട അങ്ങനെല്ലാം കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റോറാണ്. സ്റ്റോർ റൂമിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു കൊടുത്തോളെ. ആ ഇല്ലേ കുഴപ്പമില്ല, ഞാൻ പിടിച്ചെടുക്കാം. അപ്പൊ കണ്ടാ മുട്ട അതുപോലെ തന്നെ പാലൊക്കെ ഇട്ടേക്കണ. അപ്പൊ ഈ അണ്ണനാണ് ഐസൊക്കെ പൊട്ടിക്കണ. സ്ഥിരം പൊട്ടിക്കണ ഈ അണ്ണനാണ്. ഈ ഭായിമാരാണ് ഐസ് മീൻ ഇടുന്നത്. ഇതൊക്കെ മെയിൻ ആളാണ്. സ്റ്റോറിലെ മെയിൻ ആളാണ്ടാ. ഈ സ്റ്റോറിൽ മീൻ ഐസ് ചെയ്യണ മെയിൻ ആളാണ്. ഇനി പയ്യെ നല്ല അടി അടിക്കേണ്ടി വരും. ഞാൻ ഈ പണിക്കൊക്കെ നിന്നിട്ടുള്ളതാണ്ട ഐസ് പൊട്ടിക്കാൻ ബോട്ടില്. പിന്നെ ഐസ് പൊട്ടിക്കുമ്പോൾ നമുക്ക് വേഗം കിതച്ചു പോകും. നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ തണുത്ത ഐസിന്റെ ആ ഒരു ഇത് തണുപ്പ് ഇങ്ങനെ നമ്മുടെ മൂക്കിലോട്ട് വേഗം നമ്മ പയ്യെ കിതച്ചു പോകും. കേട്ടാ പൊടിയാക്കി ഇത് കോരും നിറക്കാണ്. അപ്പൊ ഇത്രയും കാഴ്ചകളൊക്കെയാണ് സ്റ്റോറിൽ. വലിയ മീനായിട്ടില്ലല്ലേ ഭായി, അറച്ചങ്ങടായിട്ടില്ലല്ലേ. 9 വർഷത്തോളമായി കേരളത്തിലെ ആളുകളൊന്നും പണിയെടുക്കുന്നത്. ഇന്ത്യയിൽ കുറച്ചൊക്കെ അറിയുള്ളൂ എനിക്ക്, കുറച്ച് അതേവിടെ ഉടുപ്പൂരി, മോദേക്ക,
ഐസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടേക്കാണ്. അപ്പൊ ഇത് നമുക്ക് നേരെ മേലോട്ട് പോകാം. നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടോ അപ്പാ അത്രയും മീൻ കാര്യം കിട്ടണേ. ചൂടൻ ബ്രെഡ് ഇതിങ്ങനെ അങ്ങാടി കിള്ളിയിട്ട് ചാറിലിങ്ങനെ മുക്കിയിട്ട് ഇവിടെ ഒരു കഷ്ടം ഇങ്ങനെ കിള്ളി പോവും. ചൂട് ചൂട് എടുത്തിട്ട് എടുക്കാം. ചൂടാണ്ടാ ചൂട് കഴിക്കണം. കൊള്ളാം, അടിപൊളി കറി. നാളെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നലെ അടിപൊളി കിടക്കൊക്കെ വരും. ഇത് എപ്പിസോഡ് 1 എന്ന രീതിയിലും ഇത് ഓരോ ദിവസവും നമ്മൾ എപ്പിസോഡ് 2, 3, 4, 5 അങ്ങനെ നമ്മ എത്ര ദിവസം കടലുണ്ട് അത്രയും ദിവസത്തെ വീഡിയോ എടുക്കും. ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കിടന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഈ പ്രാവശ്യം കിടക്കും. അപ്പോൾ ഇനി നല്ല അടിപൊളി കിട്ടുക്കൻ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഒരു കാര്യം ബെല്ലൈക്കൻ അലോ ചെയ്യാൻ മറക്കല്ലേ.